നിങ്ങൾ ഒരു പാർട്ടിയിലാണ്. ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ ഹായ് പറയുന്നു. അവർ തിരിച്ചും ഹായ് പറയുന്നു. പിന്നെ നിങ്ങൾ ചോദിക്കുന്നു, എന്താണ് ജോലി? അവർ മറുപടി നൽകുന്നു. നിങ്ങൾ തലയാട്ടുന്നു. പിന്നെ ഒന്നുമില്ല. ഒരു വലിയ നിശബ്ദത. ചാർജ് തീർന്ന 2 റോബോട്ടുകളെ പോലെ നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നു. ഇത് നിങ്ങൾക്ക് പരിചിതമാണോ? ഈ അസ്വസ്ഥമായ നിശബ്ദതയുടെ രാജാവായിരുന്നു ഞാൻ. ഓഫീസ് പാർട്ടികളാവട്ടെ, കുടുംബ സംഗമങ്ങളാവട്ടെ, ഒരു പിസ്സ ഓർഡർ ചെയ്യുമ്പോൾ പോലും ഞാൻ കാര്യങ്ങൾ വല്ലാതെ വശപ്പിശക്കാക്കുമായിരുന്നു. മറ്റെല്ലാവർക്കും ജനിക്കുമ്പോഴേ കിട്ടിയ സംഭാഷണത്തിന്റെ ആ മാജിക് ചിപ്പ് എനിക്ക് മാത്രം കിട്ടിയില്ലെന്ന് ഞാൻ കരുതി. എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം ഞാനൊരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു. എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ തമാശകൾ പറയും, കഥകൾ പങ്കുവയ്ക്കും, എല്ലാവരും ചിരിക്കും. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? എങ്ങനെ എനിക്ക് 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്നു? അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഞാൻ ലജ്ജാശീലനോ തകർന്നവനോ ആയിരുന്നില്ല. എനിക്ക് ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. പിയാനോയിലെ കീകൾ അറിയാതെ അത് വായിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു അത്. ശബ്ദമുണ്ടാക്കാം, പക്ഷെ സംഗീതമുണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. സംഭാഷണങ്ങളിൽ മിടുക്കരായ ആളുകളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഞാൻ അവരെ നിരീക്ഷിച്ചു. അങ്ങനെ ഞാൻ 3 ലളിതമായ രഹസ്യങ്ങൾ കണ്ടെത്തി. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ സംഭാഷണങ്ങളെ മുഴുവനായും മാറ്റാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇത് പരീക്ഷിക്കാം. ഒന്ന് കാണിച്ചു തരാം. ഒരു വ്യക്തി പറയുന്നു, ഞാൻ ഈ വീക്കെൻഡിൽ മല കയറാൻ പോയി. സാധാരണ നമ്മൾ എന്താണ് പറയുന്നത്? ഓ കൊള്ളാം. അവിടെ തന്നെ സംഭാഷണം അവസാനിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാലോ, എവിടെയാണ് മല കയറാൻ പോയത്? അപ്പോൾ അവർ അവരുടെ പ്രിയപ്പെട്ട വഴികളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ ചോദിക്കുന്നു, എത്ര സമയമെടുത്തു? ഇപ്പോൾ അവർ 2 മണിക്കൂർ വഴിതെറ്റിപ്പോയ കഥ പറയാൻ തുടങ്ങും. കണ്ടോ എന്താണ് സംഭവിച്ചത്? ഒരു ലളിതമായ ചോദ്യം അടുത്ത കഥയിലേക്ക് വഴിതെളിച്ചു. സംഭാഷണം ഒരു നിധിവേട്ട പോലെയാണ്. ഓരോ ചോദ്യവും അടുത്ത സൂചനയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. പെട്ടെന്ന് സംസാരിക്കാൻ വിഷയമില്ലാത്ത അവസ്ഥ മാറിപ്പോകുന്നു. പക്ഷെ ഇതിലൊരു വലിയ രഹസ്യമുണ്ട്. നന്നായി സംസാരിക്കാൻ നിങ്ങൾക്ക് കുറച്ചു മാത്രം സംസാരിച്ചാൽ മതി. അതെ, അത് വിരോധാഭാസമായി തോന്നാം. പക്ഷെ നിങ്ങളൊരു ലിസണിംഗ് നിഞ്ചയാകുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. മിക്ക ആളുകളും ശരിക്കും കേൾക്കുന്നില്ല. അവർ തങ്ങളുടെ ഊഴം വരാൻ കാത്തിരിക്കുകയാണ്. അടുത്തതായി എന്ത് പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ശരിക്കും കേൾക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് ചെറിയ ചെറിയ സൂചനകൾ നിങ്ങൾക്ക് കിട്ടും. അവരുടെ വളർത്തുമായയെക്കുറിച്ചുള്ള ആവേശം, ഒരു ഹോബിയെക്കുറിച്ചുള്ള സന്തോഷം. അവിടെയാണ് യഥാർത്ഥ സംഭാഷണം തുടങ്ങുന്നത്. മറ്റുള്ളവർ സാധാരണ വർത്തമാനങ്ങളിൽ കുടുങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ ആഴമുള്ള സംഭാഷണങ്ങളിലേക്ക് കടക്കുന്നു. അവസാനത്തെ രഹസ്യം വളരെ ലളിതമാണ്. 2 പേർക്കും താല്പര്യമുള്ള ഒരു കാര്യം കണ്ടെത്തുക. ഒരുപക്ഷെ നിങ്ങൾ 2 പേർക്കും പിസ്സ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ മഴയുള്ള ദിവസങ്ങൾ ഇഷ്ടമല്ലായിരിക്കാം. ആ ഒരു ബന്ധം കണ്ടെത്തിക്കഴിഞ്ഞാൽ റേഡിയോ സ്റ്റേഷൻ ശരിയായി കിട്ടുന്നത് പോലെ എല്ലാം വ്യക്തമായിരിക്കും. ഞാൻ കള്ളം പറയുന്നില്ല. ചിലപ്പോൾ സംഭാഷണങ്ങൾ പരാജയപ്പെടും. ചിലപ്പോൾ വലിയൊരു നിശബ്ദതയുണ്ടാകും. അത് പ്രശ്നമല്ല. നിശബ്ദത നിങ്ങളുടെ ശത്രുവല്ല. അതൊരു നിശബ്ദത മാത്രമാണ്. സംഭാഷണങ്ങളിൽ മാസ്റ്ററായവർക്ക് പോലും അത് സംഭവിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം. ഈ 3 നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വിഷയമില്ലാത്ത അവസ്ഥ വളരെ അപൂർവമായിരിക്കും. കാരണം ഓരോരുത്തർക്കും ഒരു കഥ പറയാനുണ്ട്. എല്ലാവരിലും ആകർഷകമായ എന്തെങ്കിലും ഒന്നുണ്ട്. നിങ്ങളുടെ മുറിയിലെ ഏറ്റവും മികച്ച വ്യക്തിയാകുക എന്നതല്ല, മറിച്ച് മറ്റുള്ളവർ എത്രത്തോളം മികച്ചവരാണ് എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാൻ സഹായിക്കുക എന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഇതുപോലുള്ള ലളിതമായ വിദ്യകൾ ഓരോ ആഴ്ചയും ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. ഇനി ഒരിക്കലും അരോചകമായ നിശബ്ദതകൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കിത് ഒരുമിച്ച് പരിഹരിക്കാം.